ആര്യങ്കോട് പഞ്ചായത്തിൽ ഉദ്ഘാടന മാമാങ്കം നടത്തിയ 3 അംഗനവാടികൾ പണി പൂർത്തിയാക്കാതെയാണെന്ന് പരാതി. പൂർത്തിയാക്കാത്ത കോൺക്രീറ്റ് തറ, ടാങ്കില്ലാത്ത കക്കൂസിന് ക്ലോസറ്റ് മാത്രം. 13 ലക്ഷത്തിന്റെ കെട്ടിടങ്ങൾക്ക് 3 ലക്ഷം പോലും മുടക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുമ്പോഴാണ് ആര്യങ്കോട് പഞ്ചായത്തിന്റെ ഈ ഉദ്ഘാടന മാമാങ്കം. ഉദ്ഘാടന ദിവസം കഴിഞ്ഞ 1 ശിലാഫലകത്തിൽ കൊത്തിയിട്ടുണ്ടെങ്കിലും ഉദ്ഘാടനം നടന്നത് ഇന്നലെ. പഞ്ചായത്തിലെ കാലായിൽ, നെട്ടണി, കുറ്റിയാണിക്കാട് വാർഡുകളിലെ ഉദ്ഘാടനം ചെയ്ത അംഗനവാടികളിലാണ് തട്ടിപ്പ്. പരുക്കൻ തറയിൽ പണി പൂർത്തിയാകാതെ നടത്തിയ ഉദ്ഘാടനത്തിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 13,30,000 ചെലവായ തുകയെന്ന് ശിലാഫലകത്തിൽ വ്യക്തമായി കുറിച്ചിട്ടുണ്ടെങ്കിലും തട്ടിപ്പാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. കുറ്റിയാണിക്കാടിലെ അംഗനവാടിയിൽ കെട്ടിടത്തിനുള്ളിലെ മണ്ണുപോലും മാറ്റാതെയാണ് ഉദ്ഘാടനം. അടുക്കളയിലെ പൂർത്തിയാകാത്ത സ്ലാബുകളിൽ സിങ്കില്ല. പഞ്ചായത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ മറുപടി പറയാൻ പ്രസിഡന്റ് തയ്യാറായില്ല. ഉത്തരവാദിത്വം എഇക്കാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിയും തല ഊരി. എഇ ലീല ജോസാണെങ്കിൽ ഫോൺ എടുക്കുന്നതേയില്ല. ഉദ്ഘാടനത്തിനായി ചുവന്ന കാർപ്പറ്റ് വിരിച്ച് തറ മൂടിയ ശേഷമായിരുന്നു ഉദ്ഘാടന മാമാങ്കം. അത് ഇപ്പോൾ ഇലക്ഷൻ വരെയല്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഉദ്ഘാടനം കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കണം, വോട്ട് വാങ്ങണം, വീണ്ടും അവർക്ക് വിജയിച്ച് വരണം. അതിനുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയാണ് അവർ എത്രയും പെട്ടെന്ന് ആരെയും അറിയിക്കാതെ പെട്ടെന്ന് രഹസ്യമായിട്ട് അംഗൻവാടി തന്നെ ഉദ്ഘാടനം കഴിഞ്ഞത്. 13,30,000 രൂപയാണ് അംഗൻവാടിക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ, ഈ പൊടിയിലും കൊച്ചു പിള്ളേരുടെ വിടാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം പണി ആയില്ല. അപ്പോൾ ബാക്കി പൈസ എന്ത് ചെയ്തു, ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് കിട്ടി, ബാക്കി പൈസ എന്ത് ചെയ്യുന്നുള്ളത് ആ നാട്ടുകാരെ ഞങ്ങൾക്ക് അറിയണം. ഇവിടെ അന്വേഷിച്ചപ്പോൾ, ഞങ്ങളിവിടെ വന്ന് പ്രദേശത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ കണ്ട കാര്യം എന്ന് പറയുന്നത്, തറ എന്ന് പറയുന്നത് വെറും ഒരു കോൺക്രീറ്റ് മാത്രമേ, ബേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം തറ ടൈല് ചെയ്യുകയോ, ഇവിടെ കിച്ചണുണ്ട്, കിച്ചൺ എന്ന് പറയുന്നത് ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്, സിങ്ക് ടാങ്കിന് വേണ്ടി ഒരു കോളം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം അവിടെ ഒരു സിങ്ക് ടാങ്കോ അല്ലെങ്കിൽ അവിടെ വെള്ളം വരേണ്ട സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല. ടോയ്ലറ്റ് ഞങ്ങൾ കയറി നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടോയ്ലറ്റിൽ വെറുതെ ഒരു നോർമൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളമില്ല, അതിനകത്ത് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. വളരെ വളരെ പ്രാചീനമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിലവിൽ. മറ്റൊന്ന്, ഇവിടെ ഈ ക്ലോസറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്താൽ പോലും ആ ക്ലോസറ്റിൽ നിന്ന് പോകേണ്ട വേസ്റ്റ് ടാങ്ക് അല്ലെങ്കിൽ അവിടെ നമുക്കൊന്നും തന്നെ കാണാനായിട്ട് പുറത്ത് ഇല്ല എന്നുള്ളതാണ്. വേസ്റ്റ് ടാങ്ക് ഒന്നും ഇല്ല, വെറുതെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, അല്ലാതെ അതിൽ കണക്ഷനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത് ചുമരൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ വാട്ടർ ഫെസിലിറ്റി ഇവിടെ ഇല്ല, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഇല്ല, ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഹൈടെക് പദ്ധതി എന്നുള്ള രീതിയിലാണ് ആര്യങ്കോട് പഞ്ചായത്തിലെ ഭരണസമിതി ഇപ്പോൾ ഓടി നടന്ന ഈ ഒരു ഉദ്ഘാടനം. ഇതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തന്നെ മറ്റ് 2 അംഗൻവാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശിശു സുരക്ഷയും സ്ത്രീ സുരക്ഷയും എന്ന് പറയുന്നത്. ഇവിടെ ഈ മൊട്ട കുന്നിൻ്റെ പുറത്താണ്, ഇത് ഭയങ്കരമായ ചൂടാണ്, കഠിനമായ ഉഷ്ണമാണ് ഇവിടെ ഉള്ളത്. 10 ലക്ഷം തൊഴിലുറപ്പിൽ നിന്നും ബാക്കി തുക പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് വിനിയോഗിച്ചിരിക്കുന്നത്.